അള്ളാഹുവിനെയും അന്ത്യനാളിനെയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിനെ ധാരാളമായി സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. ഉത്തമമായ മാതൃകയുണ്ടെന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും എല്ലാ മേഖലകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് മാതൃകയുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. വ്യത്യസ്തമായ മേഖലകൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യൻ ജീവിതത്തിൽ വ്യത്യസ്ത റോളുകൾ അഭിനയിക്കേണ്ടി വരും. ബാപ്പയായി, മകനായി, അധ്യാപകനായി, ജോലിസ്ഥലത്തെ ജോലിക്കാരനായി, സാമൂഹിക മേഖലകളിലെ നേതാവായി, ചിലപ്പോഴൊക്കെ അനുയായികളായി, അങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള വ്യത്യസ്തമായ മേഖലകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു വ്യക്തിയുടെ കുടുംബജീവിതം എന്ന് പറയുന്നത്. കുടുംബജീവിതം ഇസ്ലാമിൽ വളരെ 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 പ്രധാനമാണ്. ഒരാൾ എല്ലാ വിവാദത്തുകളും ചെയ്യുന്നുണ്ട്, കുടുംബജീവിതത്തിൽ അവൻ അല്ലാഹുവിന്റെ റസൂലിനെ മാതൃകയാക്കുന്നില്ല എങ്കിൽ അവൻ നബിചര്യ പിൻപറ്റിയവനല്ല. കുടുംബത്തിൽ നിങ്ങൾ മാതൃകാ പുരുഷന്മാരാകണം. കുടുംബത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പിൻപറ്റുവാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മൾ മുത്തബിഉസ് സുന്ന, റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ അനുധാവനം ചെയ്യുന്നവരായി മാറുക. ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ എല്ലാ നിലക്കും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മുടെ മുന്നിൽ സുവ്യക്തമാം വിധം ചിത്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുടുംബത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് ഇണയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഇസ്ലാമിക പ്രബോധന ചരിത്രം പോലും നമുക്ക് കാണാൻ സാധ്യമല്ല. ഇസ്ലാമിക പ്രബോധന മേഖലകളിൽ തന്റെ കുടുംബമുണ്ടായിരുന്നു. പോരാട്ട മേഖലകളിൽ തന്റെ കുടുംബമുണ്ടായിരുന്നു. തന്റെ പ്രവർത്തന, സാമൂഹികമായ പ്രവർത്തന മണ്ഡലങ്ങളിൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ ഒപ്പിയെടുത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രവാചകന്റെ വഹയോട് കൂടിയുള്ള ജീവിതമാണ്. 23 കൊല്ലത്തെ ജീവിതമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ ജീവിതം. ആ ജീവിത കാലഘട്ടം തുടക്കം മുതൽ ഒടുക്കം വരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 23 വർഷം വ്യക്തമായി പറഞ്ഞാൽ ക്യാമറ കണ്ണുകൾക്ക് മുന്നിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. പ്രവാചകന്റെ സാമൂഹിക ജീവിതം മാത്രമല്ല, പൊതുപ്രവർത്തനങ്ങളും പൊതുജീവിതവും മാത്രമല്ല, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വകാര്യമായ കുടുംബ ജീവിതത്തിൽ പറയാൻ പറ്റാവുന്ന അങ്ങേ അറ്റം വരെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രവാചകന്റെ പത്നിമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ദൗത്യത്തിന്റെ തുടക്കം ഹിറാ ഗുഹയിൽ നിന്നാണല്ലോ. അത് മുതലുണ്ട് നബിയുടെ പത്നി കൂടെ. ആ സന്ദർഭത്തിൽ ആദ്യമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പ്രബോധനത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ വഹീന്റെ ആരംഭമാണ്. വഹീന്റെ ആരംഭം പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രക്ഷുബ്ധമായിരുന്നു. മാനസികമായ ഒരുപാട് പ്രയാസങ്ങൾ, ഭാരം അനുഭവപ്പെട്ടിരുന്നു, അസ്വസ്ഥമായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചിരിക്കുന്നില്ല വഹി വരുമെന്ന്. ഒരു പ്രവാചകനായി താൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷിക്കാതെയാണ്. അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വല്ലാത്തൊരു പ്രകമ്പനം, വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടാക്കി. ആ അസ്വസ്ഥതയോടുകൂടി, മനപ്രയാസത്തോടുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. തന്റെ പത്നി ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്കാണ് ഓടി വരുന്നത്. വന്നിട്ട് ഖദീജ ബീബിയോട് പറയുന്നത്, വഹയിയുടെ തുടക്കം ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തെ കൂടി ഓർമ്മിപ്പിച്ചു തരികയാണ്.
ഖദീജ ബിബിയോട് പറയാണ്, സമ്മിലൂനി സമ്മിലൂനി ഖദീജ, എന്നെ പുതപ്പിട്ട് മൂടി, എന്നെ ഒന്ന് പുതച്ചു തരൂ ഖദീജ, ഞാൻ വല്ലാത്ത ഭയപ്പാടിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറക്കുന്നുണ്ട്, വല്ലാത്ത വിഷമത്തിലാണ്. വഹയും ഖദീജ ബിബിയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പ്രയാസം വരുമ്പം ആദ്യത്തെ നബിയുടെ തുണയും നബിയുടെ ആശ്രയവും നബിയുടെ അവലംബവും നബിയെ സമാധാനിപ്പിക്കുന്നതും ഖദീജ ബിബി റളിയല്ലാഹു അൻഹയാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുതപ്പിട്ട് മൂടി പുതച്ചു കൊടുത്ത് സമാധാനിപ്പിച്ച് ആശ്വസിപ്പിച്ച് ആശ്വാസം വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ ധൈര്യം പകർന്നു കൊടുക്കുകയാണ്. മാലി, എനിക്കെന്തു പറ്റി ഖദീജ എന്ന് ചോദിക്കുന്ന സമയത്ത്, അങ്ങ് വിഷമിക്കേണ്ടതില്ല പ്രിയപ്പെട്ടവനെ, കല്ല, ഒരിക്കലും അങ്ങേക്കൊരു പൈശാചിക ബാധയോ മറ്റുള്ള പ്രയാസങ്ങളോ വന്നു ഭവിച്ചതല്ല. തീർച്ചയായും അബിശ്ർ, സന്തോഷിക്കണം, അങ്ങ് സന്തോഷിക്കണം, അങ്ങ് വിഷമിക്കരുത്, അങ്ങ് ദുഃഖിക്കരുത്, അങ്ങ് പ്രയാസപ്പെടരുത്, അങ്ങെന്തിനു പേടിച്ചു പറക്കണം, അങ്ങെന്തിന് അസ്വസ്ഥനാകണം. അബിശ്ർ, സന്തോഷിക്കുക. ആദ്യം ഒരു മനുഷ്യൻ പ്രയാസപ്പെടുമ്പോൾ ആശ്വാസത്തിന്റെ വാക്കാണ് കിട്ടേണ്ടത്, സമാധാനിപ്പിക്കലാണ് കിട്ടേണ്ടത്. കുറ്റപ്പെടുത്തലും ബുദ്ധിമുട്ടിക്കലുമല്ല, ആശ്വസിപ്പിക്കുകയാണ്. എത്ര വളരെ മനോഹരമായിട്ടാണ് ഖദീജ ബീവി ആശ്വസിപ്പിക്കുന്നത് നോക്കൂ. ലാ യുഖ്സി ഫവല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദാ, അല്ലാഹുവാണ് ഒരിക്കലും താങ്കളെ പടച്ചവൻ നിന്ദിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യുകയില്ല. എന്നിട്ട് നബിയുടെ വിശേഷണങ്ങൾ എടുത്തു പറയുകയാണ്. ഇന്നക ലതസിലുർ റഹീം, പ്രവാചകനാണ് കുടുംബബന്ധം പുലർത്തുന്നവരാണ്. ആദ്യത്തെ ആ വാക്കിൽ തന്നെയുണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുടുംബബന്ധം ചേർക്കുന്ന, കുടുംബത്തോട് വല്ലാതെ സ്നേഹബന്ധമുള്ള വ്യക്തിയാണ്. അറ്റുപോകാതെ മുറിഞ്ഞു പോകാതെ കുടുംബബന്ധങ്ങളുടെ കണ്ണികൾ ചേർക്കുന്നവനാണ് തങ്ങൾ. എന്നിട്ട് വതസ്ദുഖുൽ ഹദീസ്, താങ്കൾ സത്യം മാത്രം പറയുന്നവനാണ്. വതഹ്മിലുൽ കല്ല്, താങ്കൾ ജനങ്ങളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്നവനാണ്. ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങൾ സ്വന്തമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നവരാണ് പ്രവാചകരെ താങ്കൾ. താങ്കളെ എങ്ങനെ പടച്ചവൻ കൈവിടും? ഇല്ലാത്തവന് വേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയിട്ട് അവന്റെ പ്രയാസങ്ങൾ താങ്കൾ വീട്ടിൽ കൊടുക്കുന്നവനാണ്. താങ്കളുടെ അടുക്കൽ അതിഥി വന്നു കഴിഞ്ഞാൽ സന്തോഷത്തോടു കൂടിയല്ലാതെ തിരിച്ചു പോകില്ല, അവരെ മാന്യമായിട്ട് സൽക്കരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് താങ്കൾ. അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരാൾ അവകാശങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നാൽ അവർക്ക് അവരുടെ അവകാശങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നവനാണ് താങ്കൾ. ഇങ്ങനെയുള്ള എല്ലാ സൽഗുണങ്ങളും എണ്ണി എണ്ണി പറയുമ്പോൾ മനുഷ്യന്റെ സമാധാനം കിട്ടുന്നത് അപ്പോഴാണ്. തന്റെ ഗുണങ്ങൾ മുഴുവനും എണ്ണി എണ്ണി പറഞ്ഞിട്ട് അള്ളാഹുവാണെ ഒരിക്കലും താങ്കളെ അള്ളാഹു നിന്ദിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുകയില്ല. അഭിഷേകം, സന്തോഷിക്കുക, സമാധാനിപ്പിച്ചു, ആശ്വസിപ്പിച്ചു, അതിൽ പുതപ്പെട്ടുകൂടി കലോടി നല്ല വർത്താനങ്ങൾ പറഞ്ഞ് മനസ്സിന് സന്തോഷം പകർന്ന് ആശ്വാസം പകർന്ന് കുളിർമ പകർന്ന് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രയാസത്തിൽ നിന്ന് മുക്തനായി എന്നപ്പോൾ വരി എന്റെ കൂടെ വഹ്യിന്റെ പിൻബലം കൊടുക്കുന്ന പത്നി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. വഹ്യിന്റെ ആദ്യത്തെ പിന്തുണ, റസൂലുള്ളാഹിന്റെ ആദ്യത്തെ കരുത്ത്, റസൂലുള്ളാഹിന്റെ ആദ്യത്തെ പിന്തുണ, റസൂലുള്ളാഹിന് ആദ്യം ആത്മവിശ്വാസം പകർന്നു കൊടുത്തത്, മനോധൈര്യം പകർന്നു കൊടുത്തത് അത് ഖദീജയാണ് റളിയല്ലാഹു അൻഹാ. കൊതിച്ചു പോകും ഖദീജയുടെ ജീവിതം പഠിച്ചാൽ അങ്ങനെ ഒരു പെണ്ണിനെ കിട്ടാൻ. അതാണ് ഖദീജ റളിയല്ലാഹു. അത്രക്കും സ്നേഹമാണ്, അത്രക്കും വാത്സല്യമാണ്. കൈപിടിച്ചു കൊണ്ടുപോയി നേരെ ആരുടെ അടുക്കലേക്ക്? വറഖത്ത് ബിൻ നൗഫലിന്റെ അടുക്കലേക്ക്. ആരാണ് വറഖത്ത് ബിൻ നൗഫൽ? വറഖത്ത് ബിൻ നൗഫൽ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ പിതൃവ്യ പുത്രനാണ്. ആ കാലഘട്ടത്തിലെ ഇഞ്ചീലിൽ ക്രിസ്ത്യൻ പണ്ഡിതനാണ്, ഇഞ്ചീലിൽ കഴിവുള്ള, ബൈബിളിൽ കഴിവുള്ള പണ്ഡിതനാണ്. ബൈബിളിലൊക്കെ വരാൻ പോകുന്ന ഒരു പ്രവാചകനെ കുറിച്ച് ഒരുപാട് പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല കഴിവുള്ള വറഖത്ത് ബിൻ നൗഫൽ എന്നുള്ള ക്രൈസ്തവ പണ്ഡിതന്റെ അടുക്കിലേക്ക് തന്റെ പ്രിയതമന്റെ കയ്യും പിടിച്ചുകൊണ്ട് നേരെ കൊണ്ടുപോയിട്ട്
വറഖത്ത് ബിൻ നൗഫലിനോട് പറയാണ്, ഇതാ ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ താങ്കളുടെ സഹോദരപുത്രൻ ഉണ്ടായിട്ടുണ്ട്, എന്റെ പ്രിയപ്പെട്ടവന് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹിറാവിൽ വെച്ച സംഭവങ്ങളൊക്കെ വിവരിച്ചു കൊടുത്തു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം ആദ്യം പറഞ്ഞത് ആരോടാണെന്നറിയോ? തനിക്ക് ഹിറാ ഗുഹയിലുണ്ടായ അനുഭവങ്ങൾ മുഴുവനും പറഞ്ഞത് തന്റെ പ്രിയപ്പെട്ടവനോടാണ്. ഒരു സാമൂഹിക പ്രവർത്തകരാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിലും ഇസ്ലാമിക പ്രവർത്തകരാണെങ്കിലും തന്റെ മുഴുവനും പ്രയാസങ്ങളും താൻ അനുഭവിക്കുന്ന കാര്യങ്ങളും ആദ്യമായിട്ട് പങ്കിടേണ്ടത് തന്റെ പെണ്ണിനോടാണ്. ഓരോടെന്താ പറഞ്ഞിട്ട് കാര്യം അല്ല. ഇസ്ലാം പഠിപ്പിച്ചത്, പ്രവാചകൻ പഠിപ്പിച്ചത് അതാണ്. ആദ്യമായി തനിക്ക് വഹി കിട്ടിയ വിവരവും അവിടെ ഉണ്ടായ മുഴുവൻ സംഭവങ്ങളും ഖദീജ ബീവിക്ക് പറഞ്ഞു കൊടുത്ത് ഖദീജ ബീവി അക്കാര്യങ്ങൾ മുഴുവനും വറഖത്ത് ബിൻ നൗഫലിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതാ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൃത്യമായിട്ട് വറഖത്ത് ബിൻ നൗഫൽ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു മനസ്സിലാക്കിയതിനു ശേഷം വറഖത്ത് ബിൻ നൗഫൽ ചിന്താമഗ്നനായി നിന്നുകൊണ്ട് പറയാണ്, താങ്കൾ അടുക്കിലേക്ക് വന്നത് മലക്കാണ്. അത് ജിബ്രീൽ എന്ന മലക്കാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കിലേക്ക് വന്ന മലക്കാണ്. താങ്കൾ പ്രവാചകനായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു, താങ്കൾ പ്രവാചകനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളുടെ നാട്ടിൽ നിന്ന് താങ്കളെ ജനങ്ങൾ പുറത്താക്കുന്ന സന്ദർഭം ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഹബീബായ മുത്തുനബി ചോദിച്ചു, എന്റെ നാട്ടിൽ നിന്ന്, എന്റെ പ്രിയപ്പെട്ട നാട്ടിൽ നിന്ന്, ഞാൻ ഏറെ സ്നേഹിക്കുന്ന, എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന എന്റെ നാട്ടുകാരിൽ നിന്ന്, ആ പ്രിയപ്പെട്ട മക്കയിൽ നിന്ന് ഞാൻ നാട്ടി പുറത്താക്കപ്പെടുമെന്നാണോ താങ്കൾ പറയുന്നത്? നബി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു അസഭ്യം, ഒരു കല്ലേറ്, ഒരു ചീത്തവാക്ക് ഒന്നും നബി പ്രതീക്ഷിച്ചിട്ടില്ല. വറഖത്ത് ബിൻ നൗഫൽ ഇത് പറഞ്ഞപ്പം അപ്രതീക്ഷിതമായിട്ട് തന്റെ നാട്ടിൽ നിന്ന് ഞാൻ പുറത്താക്കപ്പെടുമോ എന്ന് ഈ ചോദിച്ച ഈ സമയത്ത് അതെ, വറഖത്ത് ബിൻ നൗഫൽ പറയാൻ, ഇതുപോലെയുള്ള സന്ദേശവുമായിട്ട് കടന്നു വന്ന ആളുകൾ മുഴുവനും നാട്ടുകാരുടെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ആട്ടിപ്പുറത്താക്കലുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾ ആ ആട്ടിപ്പുറത്താക്കപ്പെടുന്ന സമയത്ത് താങ്കളുടെ കൂടെ ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ താങ്കളുടെ കൂടെ പാറ പോലെ ഞാൻ ഉറച്ചു നിൽക്കും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനുണ്ടാകും. അങ്ങയോടൊപ്പം ജിഹാദ് ചെയ്യേണ്ടി വന്നാൽ അങ്ങയുടെ കൂടെ നിന്നുകൊണ്ട് അങ്ങയുടെ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ ജിഹാദ് ചെയ്യും. ഇതൊക്കെ കേൾക്കുന്നുണ്ട്, ഖദീജ ബീവി കേൾക്കുന്നുണ്ട്. അതുവരെ ഖദീജ ബീവി എങ്ങനെ ജീവിച്ചത്? കുബേരയായി, ജനങ്ങൾക്ക് നല്ല അംഗീകാരം, ആ നാട്ടിലെ ഏറ്റവും വലിയ വർത്തക പ്രമാണിയായി, കച്ചവടം, നല്ല ബിസിനസ് ചെയ്യുന്ന സ്ത്രീയായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. നല്ല സമ്പത്തുണ്ടായി. അങ്ങനെ സമ്പന്നയായ, കുലമഹിമയുള്ള, നല്ല നാട്ടിൽ അംഗീകാരമുള്ള ഞാൻ ആ കൂട്ടത്തിൽ പുറത്താക്കപ്പെടുമെന്ന് ചിന്തിക്കാമല്ലോ. പക്ഷേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു വാക്ക് പറഞ്ഞില്ല, നിങ്ങൾ എന്തിനാണ് ഈ ഏടാകൂടത്തിലൊക്കെ പോയി നിൽക്കുന്നത്? നമുക്ക് സ്വസ്ഥമായി ഇങ്ങനെ ജീവിച്ചാൽ പോരെ? ഈ കല്ലേറും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും നാട്ടിൽ നിന്ന് പുറത്താക്കലും ഇതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റുമോ? നമ്മുടെ കുടുംബജീവിതത്തിൽ വെറുതെ അഞ്ചാതി ഏർപ്പാടിൽ നിന്ന് പോണ്ട എന്ന് പറഞ്ഞില്ല. ആദ്യമായി മുത്തുനബിയിൽ വിശ്വസിച്ചതാരാ? ആരാ? ഖദീജ ബീവിയ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക റസൂലുള്ളാഹ് എന്ന് ആദ്യമായിട്ട് മുത്ത് ഹബീബിൽ വിശ്വസിച്ചുകൊണ്ട് നബിയോട് പറഞ്ഞു, നബിയേ, അങ്ങ് ദൗത്യവുമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. എന്റെ മുഴുവൻ സമ്പത്ത് വേണോ? ഞാൻ സമ്പത്ത് നൽകാം. എന്റെ ജീവൻ വേണോ? ഞാൻ ജീവൻ നൽകാം. അങ്ങയുടെ കൂടെ ഏത് പ്രതിസന്ധികളിലും, ഏത് പ്രയാസങ്ങളിലും, ഏത് സന്തോഷ സന്താപഘട്ടങ്ങളിലും ഈ ഖദീജയുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നബിക്ക് ആദ്യത്തെ പിന്തുണ നൽകിയത് ലോകത്തെ ഏക വനിതയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഖദീജ ബീവിയാണ് ആദ്യത്തെ പിന്തുണ. ആ പിൻബലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി തിരിച്ചു. പിന്നെ വഫാത്ത് വരെ, മരണം വരെ ഖദീജ ബീവി നിഴലായി കൂടെയും എല്ലാ സമയത്തും. ആദ്യ ഘട്ടത്തിലാണല്ലോ ഈ 10 വർഷമാണ് ഏറ്റവും ബുദ്ധിമുട്ടുകളും കട്ടപ്പാടും പ്രയാസമൊക്കെ അനുഭവിക്കേണ്ടി വന്നു. ആ സമയത്ത് മുഴുവൻ
അട്ടിപ്പുറത്താക്കിയപ്പോഴും ബഹിഷ്കരിച്ചു. 3 കൊല്ലം ബഹിഷ്കരിച്ചു. ഷൈബ് അബി താലിബിൽ പോയിട്ട് ജയിൽ സമാനമായ ജീവിതം അനുഭവിക്കേണ്ടി വന്നു. കഷ്ടപ്പാട്, പ്രയാസങ്ങളൊക്കെ. സമ്പത്ത് മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി കൊടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്ര കണ്ട് ഫാമിലി മാനാണ്. നബി ഖദീജ ബീവിനെ ചേർത്ത് പിടിച്ചു. ഖദീജ ബീവി നബിയെ ചേർത്ത് പിടിച്ചു. ജീവിതത്തിന്റെ എല്ലാ തുറകളിലും, എല്ലാ പ്രയാസങ്ങളിലും, സന്തോഷത്തിന്റെയും സന്താപത്തിന്റെയും എല്ലാ സമയത്തും ഖദീജ ബീവിയുടെ കൂടെ മറുത്ത് പ്രവാചകനെ ബുദ്ധിമുട്ടിക്കുന്ന, വിഷമിപ്പിക്കുന്ന ഒരു വാക്ക് പോലും ആ ചുണ്ടിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. നബിയേക്കാളും 15 വയസ്സ് കൂടുതൽ പ്രായം. തുടങ്ങിയത് എവിടെ? ഖദീജ ബീവി. നബിയുടെ ജീവിതം അവസാനിക്കുന്നത് എവിടെ? മറ്റൊരു പത്നിയിലാണ്. ആരാണത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ടാണ് മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യശ്വാസം വലിക്കുന്നത്. ആയിഷയുടെ മടിത്തട്ടിൽ കിടക്കാനാണ്. അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്, ഉമറുൽ ഫാറൂഖ് ഉണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉണ്ട്. പ്രമുഖരായ സഹാബകൾ തന്നെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന തന്റെ സഹാബത്തുണ്ട്. പക്ഷെ അള്ളാന്റെ റസൂല് പറഞ്ഞത് എവിടെ? ആയിഷയുടെ വീട്ടിലേക്ക് എന്നെ നിങ്ങൾ കൊണ്ടുപോകുമോ? മറ്റുള്ള പത്നിമാരോട് മുഴുവൻ സമ്മതം ചോദിക്കാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, വഫാത്തിന്റെ സമയം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മടിത്തട്ടിൽ, തന്റെ മാരടത്തിന്റെയും തന്റെ മടിത്തട്ടിന്റെയും ഇടയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് റൂഹ് പിടിക്കുന്നത്. അന്ത്യനിമിഷം ഏറ്റവും കൃത്യമായി കണ്ടത് ആയിഷ ബീവിയാണ്. നബിയുടെ വഹീന്റെ തുടക്കം എവിടെ? ഖദീജ ബീവി. നബിയുടെ അന്ത്യയാത്ര എവിടെ? ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ. ആയിഷ ബീവി പറയാണ്, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് അറിയോ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെയും എന്റെയും ഉമിനീര് തമ്മിൽ ചേർന്നു അവസാന നിമിഷം. എന്റെയും മുത്തുനബിയുടെയും അവസാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിലേക്ക് എത്തിയെന്നറിയാം. ആയിഷ ബീവിയുടെ ഉമിനീര് ഒരു മിസ്വാക്ക് കൊണ്ടുവന്നു. അറാക്ക് കൊണ്ടുവന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്വാക്ക് ചെയ്യുന്നത്. നബിയെ മിസ്വാക്ക് ചെയ്യണോ? അതെ. ആ മിസ്വാക്കിന്റെ എടുത്തു, അത് കടിച്ച് ചവച്ച് പാകപ്പെടുത്തി വെച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്വാക്ക് ചെയ്തു കൊടുത്തു. ആയിഷ ബീവിയുടെ ഉമിനീരും നബിയുടെ ഉമിനീരും ഒരു രണ്ടാളും അങ്ങനെ ഭയങ്കര സ്നേഹം. ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാം. നബി ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ട്, ഒരു എല്ലിന്റെ കഷ്ണം എടുത്തിട്ട് ആയിഷ ബീവി കടിക്കും, പിന്നെ നബി എടുത്ത് കടിക്കും, പിന്നെ ആയിഷ ബീവി നബി. ഭക്ഷണം കഴിക്കൽ മാത്രമല്ല, കുടിക്കൽ ഒരേ പാത്രത്തിൽ, ഒരേ ബക്കറ്റിൽ നിന്ന് രണ്ടാളും കൂടി കുടിക്കും. ആയിഷ ബീവി പറഞ്ഞുതരാണ്, ഞങ്ങൾ ജനാബത്ത് കുളിക്കൽ ഒരേ പാത്രത്തിൽ, ഒരേ ബക്കറ്റിൽ നിന്ന് വെള്ളമെടുത്ത് ഇങ്ങനെ കുടിക്കും. ആയിഷ ബീവിന് ഭയങ്കര ഇഷ്ടം. ഖദീജ ബീവിനെ ഒരു ഭാഗത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു, മറ്റു പത്നിമാർ ഇഷ്ടമായിരുന്നു, ആയിഷ ബീവിനോടുള്ള ഇഷ്ടം. ഒരിക്കലും വന്നിട്ടൊരു സഹാബി ചോദിക്കാൻ, നബി അങ്ങക്ക് ആരോടാണ് ഏറ്റവും ഇഷ്ടം? ഒരു മടിയും കൂടാതെ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ആയിഷയോടാണ്. ആണുങ്ങളുടെ കൂട്ടത്തിൽ ആരോടാ? അതെനിക്ക് അബൂബക്കറിനോടാണ്. ഇഷ്ടം, സ്നേഹം തൻ്റെ ഇണകളോട് അത് പ്രകടിപ്പിക്കുന്നതിൽ ഒരു മടിയുണ്ടായിരുന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കാം, നബിയെ താങ്കൾക്ക് എന്നോടുള്ള ഇഷ്ടം എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞത് എന്താ അറിയോ? മുറുക്കി പിരിച്ച ഒരു കയറ് പോലെ. പിരിച്ച കയറുകൾ ഇങ്ങനെ പിരിഞ്ഞുണ്ടായ കയറ് പോലെ അത്രക്കും ചേർന്ന് നിൽക്കുന്ന ദൃഢമായ ഗാഠമായ ബന്ധമാണ്. അതൊരു സന്തോഷം ഉണ്ടാവും ഒരു പെണ്ണിനെ അങ്ങനെ കേൾക്കുമ്പോൾ. ആയിഷ ബീവി ഒരു പെണ്ണാണല്ലോ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഇനി അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം തൻ്റെ പ്രിയ പത്നിക്ക് കാരക്കയുമായിട്ട് സമ്മാനമായിട്ട് ഇങ്ങനെ വരികയാണ്. വരുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്തോ ഒരു മോട്ട് കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരക്ക അങ്ങനെ നീട്ടി സന്തോഷത്തോടു കൂടി ഒരേറ്റ തട്ടാൻ കൊടുത്തു. പാത്രം വീണ് കാരയ്ക്ക് നോട്ടം കണ്ടാൽ അറിയാം, നമ്മളൊക്കെ ആണെങ്കിൽ അപ്പം കൊടുക്കുന്ന കരണക്കുറ്റിക്ക് അല്ലേ?
സന്തോഷത്തോടു കൂടി ഒരു സമ്മാനം കൊണ്ടുവന്നപ്പോൾ ഒരൊറ്റ തട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാരക്കയും പാത്രത്തിലേക്ക് ഇങ്ങനെ പെറുക്കി എടുത്തു. ഇത് കണ്ടപ്പോൾ ആയിഷ ബീവിക്ക് വല്ലാത്ത വിഷമം തോന്നി. അടിച്ചാലാ വിഷമം ഉണ്ടാവില്ല, ഇത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാത്രയിട്ട് പോയിട്ട് തലോടി പുഞ്ചിരിച്ച് സമാധാനിപ്പിച്ചു. വിഷമിക്കണ്ട, ആൾ വിഷമങ്ങളല്ല. കുറച്ച് നേരം കഴിഞ്ഞു. അപ്പം ആയിഷ ബീവി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു കുസൃതി ചോദ്യം ചോദിച്ചു. എന്താണെന്നറിയോ? ആ കയറിപ്പ് എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചു. ഏത് കയറ്? നിങ്ങളിവിടെ അല്ലേ? ഏത് കയറ്? ആ സ്നേഹം നമ്മളവരുടെ ഇഷ്ടം എങ്ങനെയാന്ന് ചോദിച്ചില്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞ എങ്ങനെ? മുറുക്കി പിരിച്ച കയറ് പോലെ അല്ലേ? ഇപ്പൊ ആ കയർ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. ആര്? ആയിഷ ബീവി. അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിപ്പോഴും നന്നായിട്ട് മുറുകി പിരിഞ്ഞെന്നാ കിടക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അതിൽ രണ്ടുപേരും അത് ആസ്വദിച്ചു. ആ തമാശ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ പുഞ്ചിരിച്ചു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു തരാണ്. അതായിരുന്നു അവർ തമ്മിലുള്ള ഇഷ്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ എല്ലാ ഭാവങ്ങളും ഭാവഭേദങ്ങളെയും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയോട് എന്തും തുറന്നു പറയാൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് അധികാരം ഉണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ അമിതമായ സ്വാതന്ത്ര്യം എടുക്കുകയായിരുന്നു. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അമിതമായ സ്വാതന്ത്ര്യം ആയിഷ ബീവി എടുക്കുന്നുണ്ട് എന്ന് ബാപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോ ആയിഷ ബീവിന്റെ അടുക്കലേക്ക് വന്നു. അപ്പം നബിയും ആയിഷ ബീവിയും തമ്മിൽ നല്ല വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആയിഷ ബീവി നന്നായിട്ട് അമിത സ്വാതന്ത്ര്യത്തിൽ വർത്താനം ഇങ്ങനെ പറയുന്നത് കണ്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കയ്യങ്ങ് പൊങ്ങി അടിക്കാൻ വേണ്ടി ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടിട്ട് ആയിഷ ബീവിനെ ഇങ്ങോട്ട് സംരക്ഷിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയപ്പോൾ ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങനെയുണ്ട് ഇപ്പോ? ഞാനല്ലേ നിന്നെ സംരക്ഷിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആയിഷ ബീവിയുടെ ഒരു ആയിഷ, നിനക്ക് ദേഷ്യമുള്ള സമയവും നിനക്ക് സന്തോഷമുള്ള സമയം എനിക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റൂട്ടോ എന്ന് പറഞ്ഞു. അതെങ്ങനെ പ്രിയപ്പെട്ടവനെ? സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറയാണ്, ആയിഷ ബീവി, ആയിഷ നിനക്ക് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ നീ പറയല് ഇബ്രാഹിമിന്റെ അലൈഹിസ്സലാം നാഥൻ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ടാണ് ഒരു കാര്യം ഞാനായിട്ട് പറയുന്നത് അല്ലേ? എന്നാൽ നിനക്ക് സന്തോഷമുള്ള സമയത്ത് നീ എന്താ പറയാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാഥൻ തന്നെയാണ് സത്യം, എന്റെ പേര് പറഞ്ഞുകൊണ്ട് സത്യത്തിട്ടല്ലേ നീ സംസാരിക്കാറുള്ളത്? ഇതിനൊന്നും നബി ആക്ഷേപിക്കല്ല. തന്റെ ഇണയുടെ സ്വഭാവത്തിന്റെ സവിശേഷതകളെ നബിയോട് ദേഷ്യപ്പെട്ടിരുന്നു. നബിയോട് അമിതമായ സ്വാതന്ത്ര്യം എടുത്തിരുന്നു. നബിയോട് പറയേണ്ടതെല്ലാം തുറന്നു പറഞ്ഞിരുന്നു. ഒന്നും പേടിച്ചിട്ട് നമ്മൾ വിചാരിക്കണം എന്നെ പേടിക്കണം അല്ല. നബിയുടെ എല്ലാ സ്വതന്ത്രമായി പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചോദ്യം ചെയ്യുക ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് അമിതമായി കോപിക്കുകയോ ദേഷ്യപ്പെടുകയോ മർദ്ദിക്കുകയോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് കൈ പൊക്കിയിരുന്നെങ്കിൽ അത് ഹദീസിൽ കാണാൻ കഴിയുമായിരുന്നു. അത് ഖദീജ പറയും, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയും, ഹഫ്സ റളിയല്ലാഹു അൻഹ പറയും, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയും, എല്ലാ ഭാര്യമാരും പറയും. കാരണം നബിയുടെ പോസിറ്റീവും നെഗറ്റീവും എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എല്ലാം ഹദീസാണ്, വാക്കും പ്രവർത്തനമൊക്കെ. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇണക്ക് നേരെ കൈപൊക്കിയതായി പ്രവാചക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. എന്തൊരു മാതൃകാപരമായ കുടുംബജീവിതമാണ്. ആയിഷ ബീവിയും റസൂലും ഖദീജ ബീവിയും റസൂലും മറ്റു പത്നിമാരും റസൂലും അവരുടെ കുടുംബജീവിതം ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കൊതി തോന്നിപ്പോകും സഹോദരന്മാരെ. ഇങ്ങനൊന്ന് ജീവിക്കാൻ പറ്റുമോ? അതാണ് നബിയുടെ പത്നിമാരുടെ നബിയോടുള്ള പെരുമാറ്റവും ഗാഠമായ സ്നേഹബന്ധവും തിരിച്ചങ്ങോട്ട് ലഭിക്കും. ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ ഇനി വീട്ടിൽ പോയിട്ട് ഭാര്യനോട് പറയാൻ ഈ വണ്ണ അണക്കൊന്നൊരു ആയിഷ ബീവി ആയിക്കോട്ടെ തിരിച്ചിങ്ങോട്ട് ചോദ്യപ്പെടുന്ന അങ്ങക്കൊന്ന് മുത്തലബി ആയിക്കോട്ടെ, മറുപടി ഉണ്ടാവില്ല. രണ്ടു ഭാഗമാണ്.
അപ്പോഴാണ് കുടുംബജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുക. ഭാര്യയ്ക്ക് ഇങ്ങോട്ട് ചോദ്യം ചെയ്യാനുള്ള അവകാശങ്ങൾ കൊടുത്തിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുക്കാൻ പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 9 ഭാര്യമാരുണ്ട്. വളരെ മനോഹരമായി, വളരെ വിദഗ്ധമായി പ്രവാചകൻ കൈകാര്യം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വരേണ്ട ദിവസമാണ്. നബി അല്പം വൈകിപ്പോയി. ആ സമയത്ത് ആയിഷ ചോദിച്ചു, എവിടെ നബിയെ, താങ്കൾ എവിടെയായിരുന്നു നബിയെ? എന്താ വൈകിയത്? വരേണ്ട സമയത്ത് കുറച്ച് വൈകിയല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉള്ളത് പറഞ്ഞു, ഞാൻ ഉമ്മു സലമിന്റെ അടുക്കലായിരുന്നു റളിയല്ലാഹു അൻഹ. ഉമ്മു സലമിന്റെ മറ്റൊരു ഭാര്യയാണ്. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കണം, നബിയെ, ഇന്ന് എന്റെ ഊഴമല്ലേ, എന്റെ ദിവസമല്ലേ, നിങ്ങൾ എന്തിനാ അവിടെ പോയത്? എന്നിട്ട് തിന്നില്ല, കഴിഞ്ഞില്ല. നബിയോട് പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ, അങ്ങൊരു പച്ച താഴ്വരയിലാണ് നിൽക്കുന്നത്. 2 കുന്നുകൾക്കിടയിലുള്ള താഴ്വരയിലാണ്. ഒരു കുന്നിൻ മുകളിൽ ആടുകളും പശുക്കളും കന്നുകാലികളും ഒക്കെ മേഞ്ഞ കുന്നിൻ മുകൾ ഭാഗമാണ്. മറുഭാഗത്ത് മറ്റൊരു കുന്ന്, അതിനധികം മേഞ്ഞിട്ടില്ല, പച്ച പുല്ലുകളുണ്ട്, പച്ചപ്പുകളും നല്ല പുല്ലൊക്കെ. ഇതിൽ ഏതിലേക്കാണ് താങ്കൾ കന്നുകാലികളെ മേയാൻ വിടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കന്നുകാലികൾ മേയാത്ത നല്ല പച്ച പുല്ലുകളുള്ള ആ കുന്നിപ്പുറത്തേക്കാണ് ഞാൻ കന്നുകാലികളെ മേയാൻ വിടുന്നത്. നബിയെ, ഞാൻ അങ്ങയുടെ മറ്റു ഭാര്യമാരെ പോലെയല്ല. മറ്റുള്ളവർക്കൊക്കെ ഭർത്താക്കന്മാരുണ്ടായിരുന്നു. നബിയുടെ ഭാര്യയായിട്ട്, കന്യകയായിട്ട് ആയിഷ ബീവി മാത്രമേ ഉള്ളൂ. മറ്റു ഭാര്യമാർക്കൊക്കെ നേരത്തെ ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അവർ മരണപ്പെട്ടു പോയതിനു ശേഷമോ അതല്ലെങ്കിൽ അവര് വിവാഹമോചനം നടത്തിയതിനു ശേഷമോ ആണ് താങ്കൾ അവരെ വിവാഹം കഴിച്ചിട്ടുള്ളത്. ഞാൻ അങ്ങനെയല്ല നബിയെ, ഞാൻ അങ്ങയുടെ കന്യകയായ ഭാര്യയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്. അതിനുള്ള ധൈര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിരുന്നു പറയാൻ, എന്തും പറയാൻ, എന്തും ചോദിച്ചു വാങ്ങിക്കാൻ. പ്രിയമുള്ളവരെ, ദീർഘിപ്പിക്കുന്നില്ല. ആയിഷ ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള ബന്ധം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞാൽ വിശദമായി പഠിക്കേണ്ട മഹാവ്യക്തിത്വമാണ്. 18 വയസ്സ് വരെ പ്രവാചകന്റെ, അല്ലെങ്കിൽ 20 വയസ്സ് വരെ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. 10 വയസ്സ് വരെ അപാരമായ ബുദ്ധിശക്തിയാണ്, 40ന്റെ പക്വതയാണ് അവർ പ്രദർശിപ്പിച്ചത്. ചരിത്രത്തിൽ പറയുന്നു, അവർ നല്ല ഒരു ഗൈനക്കോളജിസ്റ്റായി, വൈദ്യശാസ്ത്രത്തിൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആയിരുന്നു, വൃത്തിയും ആരോഗ്യവുമായിരുന്നു അവരുടെ സ്പെഷ്യലൈസ് ചെയ്ത വിഷയം. നല്ല കവിയായിരുന്നു, അപാരമായ ഓർമ്മശക്തിയായിരുന്നു, ബുദ്ധിമതിയായിരുന്നു, ദീർഘവീക്ഷണമുണ്ടായിരുന്നു. 2000 ചില്ലാനം ഹദീസുകൾ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സഹാബാക്കൾ അവരിൽ നിന്ന് മദനി ഫത്വ നേടുമായിരുന്നു. വലിയ പണ്ഡിതയാണ് അവർ. അവരെ ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹും. പ്രിയമുള്ളവർ, അതുകൊണ്ട് ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ ജീവിതത്തിൽ നമുക്ക് മാതൃകയുണ്ട്. അത് പിൻപറ്റുവാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ, അത് നമ്മുടെ ആണും പെണ്ണും പഠിച്ചാൽ അൽഹംദുലില്ലാഹ് നല്ലൊരു സുന്ദരമായ സന്തോഷകരമായ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കും. മാതൃകാപരമായ കുടുംബജീവിതം, നല്ല കുടുംബത്തിലൂടെ നല്ല സമൂഹം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അത് പഠിക്കാൻ തയ്യാറാവുക. ഇൻഷാ അല്ലാഹ് തുടർച്ചയായിട്ട് അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഹജ്ജിന് വേണ്ടി അപേക്ഷിക്കുവാനുള്ള ഡേറ്റ് ഈ 23-ാം തീയതിയാണ്. അപേക്ഷിക്കാൻ താല്പര്യപ്പെടുന്നവർ 23-ാം തീയതിക്ക് മുമ്പായിട്ട് അപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. പടച്ച തമ്പുരാൻ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള സിയാറത്ത് ചെയ്യാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പാദസ്പർശനമേറ്റ ആ പുണ്യഭൂമികളിലൂടെ നടക്കാനും അവിടെ ഹജ്ജും ഉംറയും നിർവഹിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്ത് പൂർണ്ണമായും അവിടുത്തെ വ്യക്തിജീവിതവും കുടുംബജീവിതവും എല്ലാം പഠിച്ചു മനസ്സിലാക്കി അത് മാതൃകയാക്കി ജീവിക്കാൻ സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു നീക്കി തരുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.